ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു കല്യാണം നടക്കില്ല. അതിന് നിന്റെ ഒരു നോട്ടം മാത്രം മതി. നിനക്കിഷ്ടമില്ലാത്തവൻ നിന്നോട് ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞു വന്ന നിന്റെ ഒരു നോട്ടത്തില് അവൻ നിന്ന് വിറയ്ക്കണം. രാധ പറഞ്ഞു ശരിയാ. എന്തായാലും മരുന്നൊക്കെ ഉള്ളതല്ലേ, കുറച്ചൊക്കെ റെസ്റ്റ് വേണം. ഈ രുക്മിണി ചേച്ചിക്ക് റെസ്റ്റ് എടുക്കാനൊക്കെ എവിടാ സമയം? ഈ പലിശ വാടക പിന്നെ ഹരി വിരിക്കും. ശരിയല്ലേ? എന്തായാലും ഇനി ഞാൻ റെസ്റ്റ് എടുക്കുക. പോയി റെസ്റ്റ് എടുക്ക്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അതൊന്നും ഓർത്ത് നിരാശപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. അവസരം ഇനി വരും. എടി, ഇവനെന്താ ഈ പിച്ചുമ്പയൊക്കെ പറയണേ? കിളി പോയി നിക്കാണെന്ന് എനിക്ക് തോന്നണേ. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാത്തതിന് സന്തോഷിക്കല്ലേ വേണ്ടത്. അവസരം ഇനിയും വരൂന്ന്. എന്ത് മരക്കഴുതേടാ നീ. ഞാനേ പറഞ്ഞത് തലതിരിഞ്ഞു പോയതാ. ആ, നീ പണ്ടേ തലതിരിഞ്ഞവനാണല്ലോ. വരുന്നുണ്ട്. എന്നാ ഞങ്ങള് പോട്ടെ, കുറച്ച് റെസ്റ്റ് എടുക്കണം. ആ വരമ്മേ, വാ അമ്മേ. ഓ, എന്തായാലും പേടിച്ചോലൊന്നും ഉണ്ടായില്ലല്ലോ. ഭാഗ്യം. ദൈവം കാത്തു. ചതിച്ചു നടന്നതല്ല. എപ്പ ഇവിടെ വിളമ്പും. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് ഒന്നുമില്ല മോനെ. രമ്യ രുക്മിണി ഇവിടെ വന്നേ അവരോട് എന്തെങ്കിലും വർത്താനം പറഞ്ഞ് നിൽക്കായിരുന്നു. അല്ല, കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞാലേ? ഞാൻ അറിഞ്ഞു. അമ്മേ, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. നീ കൈയും കാലും ഒക്കെ കഴിയിട്ടോ. ചെല്ല്. എന്താ ളിയ? ഒന്നുമില്ല. മെന്റലി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? നോ, നദികളിയാ. ഊളംപാറയ്ക്ക് പോണെങ്കിൽ പറഞ്ഞാ മതി. ശരി പുള്ളിയാ. തെറ്റിപ്പോയി. അല്ല അളിയാ. പോയാ ഡീ, നിന്റെ ആങ്ങളൊക്കെ നിനക്കില്ലാത്തൊരു കഴിവുണ്ട്. എന്ത്? ആക്കല്. മറ്റുള്ളവരെ ഇടിച്ചു താഴ്ത്തി ഒരു തരം ആക്കലുണ്ട്. അവന്റെ ആക്കല്. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോയതാ. മോള് പറയ്, അവനെവിടെ മോളെ കൊണ്ടുപോയത്? എന്താ മോളെ? അവൻ എന്തിനാ എന്നെ കൂട്ടിക്കൊണ്ടു പോയെന്ന് ചെറിയമ്മയ്ക്ക് അറിയണോ? മോള് പറയേ. മോള് പറയാതെ ഞാൻ എങ്ങനെ അറിയും? പറയും മോളെ. കുട്ടി, ഞാനൊരു സ്കിൻ ഡോക്ടർ അല്ല. ഐ എം എ ഗൈനക്കോളജിസ്റ്റ്. കുട്ടിയുടെ വിർജിനിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ഇഞ്ചക്ഷൻ എടുക്കണം. നീ കുറെ കാലം രാജുവിന്റെ വീട്ടില്
അവന്റെ മുറി തന്നെയല്ലേ കഴിഞ്ഞത്. അവനൊരാണും നീ ഒരു പെണ്ണും തന്നെയല്ലേ. എത്ര തവണ ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് നീയോ അവനും പറഞ്ഞാലും അതൊക്കെ വെറും പച്ച കള്ളമല്ലാന്ന് എന്താ ഇത്ര ഉറപ്പ്? വേണ്ട മോളെ, ചെറിയമ്മയ്ക്ക് ഇനി ഒന്നും കേക്കണ്ട. അവന്റെ ഒരു ബോഡി ലാംഗ്വേജ് കണ്ടാലേ അറിയാം അവനൊരു ഫ്രോഡാണെന്ന്. അല്ല, ഈ പ്രതാപേട്ടനത് എന്തു പറ്റി? ഈ ഇലക്ഷൻ തിരക്കിനിടയ്ക്ക് ഒരു കോമൺ സെൻസ് പോലും ഇല്ലാതായോ? മകളെ കെട്ടിച്ചു കൊടുക്കാൻ കണ്ടെത്തിയ ചെറുപ്പക്കാരൻ. ബെസ്റ്റ് പ്രപ്പോസൽ തന്നെ. മോളെ, എന്തായാലും ഇതൊരു അവസരം തന്നെയാ. ഇതോടെ ഇത് അവസാനിപ്പിക്കണം. അവൻ ഇനി മേലെ മോളെ തിരക്കി ഇങ്ങോട്ട് വരരുത്. അച്ഛൻ വരുമ്പോ മോൾ അച്ഛനോട് നടന്നതൊക്കെ തുറന്നു പറയണം. എന്താ മോളെ? പക്ഷേ ചെറിയമ്മ, മോള് പറയേ. രാജു പറഞ്ഞത് അച്ഛനോട് ഈ കാര്യം ഇപ്പൊ പറയണ്ടെന്നാ. പിന്നെ എപ്പോ പറയാനാ മോളെ? അതിനൊരു അവസരം വരും, അപ്പൊ പറയാന്ന്. ഇതല്ലേ നല്ല അവസരം. അവനങ്ങനെ ചിന്തിച്ചതിലും തെറ്റില്ലല്ലോ. ഞാനും രാജു കല്യാണം കഴിച്ചവരെ പോലെ ജീവിച്ചതല്ലേ. അതൊക്കെ ഓർക്കുമ്പോ അച്ഛന് വിഷമാവൂന്ന് രാജു പറയുന്ന. അവനെ വിളിക്കുന്ന റോഹൻ. അവന്റെ ഒരു പ്രേമം. അവള് കോള് കട്ട് ചെയ്തല്ലോ. എന്തായാലും മെസ്സേജ് അയച്ചു നോക്കാം. സോറി ഋത്തിക. സോറി. ഇനി അവനെ അടുപ്പിക്കരുത് മോളെ. ഇനി ഈ പരിസരത്ത് പോലും വരാൻ അനുവദിക്കരുത് മോളെ. മോൾ ഇങ്ങനൊരു പൂമ്പാറ്റെ പോലെ ആകരുത്. നീ നല്ല ബോൾഡ് ആവണം. മോൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു കല്യാണവും നടക്കില്ല. അതിന് നിന്റെ ഒരു നോട്ടം മാത്രം മതി. നിനക്കിഷ്ടമില്ലാത്തവൻ നിന്നോട് ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞു വന്ന നിന്റെ ഒരു നോട്ടത്തില് അവൻ നിന്ന് വിറയ്ക്കണം. പത്തി വിരിച്ചു നിൽക്കുന്ന പാമ്പിന്റെ തലക്കിട്ട് അടിക്കുന്ന ഒരു ഉഗ്രൻ അടിയായിരിക്കണം നിന്റെ ആ നോട്ടം. അതോടെ എതിരാളി പത്തി മടക്കിക്കോളും.